മൂത്തകുന്നം ചിലമ്പ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മാള ആലത്തൂർ ന്യൂ ആതിരനിലാവിന്റെ ഹർഷധ്വനി കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു. മൂത്തകുന്നം ക്ഷേത്ര മൈതാനിയിൽ വിജയദശമി നാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത സിനിമാ താരം സിനോജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CS രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം രാജേഷ് പറവൂർ മുഖ്യാതിഥിയായി. മൂത്തകുന്നം ചിലമ്പ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിജയദശമി നാളിൽ മൂത്തകുന്നം ക്ഷേത്ര മൈതാനിയിൽ മാള ആലത്തൂർ ന്യൂ ആതിരനിലാവിന്റെ ഹർഷധ്വനി കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പ്രശസ്ത സിനിമാ താരം സിനോജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ 4ാമത്തെ വർഷത്തെ ഈ കൈകൊട്ടിക്കളി ഇനി ഒരുപാട് വർഷങ്ങൾ ഈ പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ഈ ചിലമ്പ് സാംസ്കാരിക വേദി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൈകൊട്ടിക്കളി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പറയുകയാണ്. ചിലമ്പ് സാംസ്കാരിക വേദി പ്രസിഡന്റ് CS രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ന് സ്ത്രീകൾ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. 16ഓളം പേര് വരുന്ന കൊച്ചു കലാകാരികൾ ഈ 2.5 മണിക്കൂർ ഇവിടെ ഈ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന രൂപത്തിലേക്ക് നമ്മളെല്ലാം ആസ്വാദനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നല്ല ഒരു കലാ പരിപാടിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. പ്രശസ്ത സിനിമാ താരം രാജേഷ് പറവൂർ മുഖ്യാതിഥിയായിരുന്നു. ചിലമ്പ് സാംസ്കാരിക വേദിയുടെ 4ാമത് വർഷവും ഈ വേദിയിൽ ഒരു പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. 4ാം വർഷം പിന്നിടുകയാണ്. ലോകം എത്രയൊക്കെ മാറി, എത്രയൊക്കെ ടെക്നോളജികൾ വന്നു. സോഷ്യൽ മീഡിയ കൈയടക്കി സിനിമാ തിയേറ്ററുകളിൽ അടിപൊളി പടങ്ങൾ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാലും മൂത്തകുന്നം അമ്പലപ്പാടത്ത് ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ എത്ര തിരക്കുണ്ടായാലും അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ നാട്ടുകാരെത്തും. അതൊരു വലിയ പോസിറ്റീവ് എനർജി കൂടിയാണ്. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, മൂത്തകുന്നം HMDP സഭാ പ്രസിഡന്റ് KV അനന്തൻ, സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം, ചിലമ്പ് സാംസ്കാരിക വേദി സെക്രട്ടറി PR പ്രസാദ്, ട്രഷറർ S ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മൈതാനം നിറഞ്ഞ ആള് വരണമെങ്കിൽ നാടൻ കലകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കൈകൊട്ടി കളിക്കാണ്. ഞാനൊക്കെ ജനിച്ച കാലം മുതൽ, ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ തന്നെ ഇന്നത്തെ പോലെ പുതിയ മോഡലിലുള്ള കൈകൊട്ടിക്കളികളൊന്നും ഇല്ലെങ്കിലും ആ കാലത്ത് കൈകൊട്ടിക്കളിയൊക്കെയാണ്, പ്രത്യേകിച്ച് ഓണക്കാലത്ത് കൈകൊട്ടിക്കളിക്കായിരുന്നു പ്രാധാന്യം. ന്യൂസ് ബ്യൂറോ, പറവൂർ. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.